ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന എല്ലാത്തരം ചടങ്ങുകളിൽ നിന്നും എല്ലാത്തരം കൂട്ടായ്മകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരു പുതിയ പൗരൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഈ പുതിയ പൗരൻ ഭാവിയുടെ വാഗ്ദാനമാണ്. ജീവിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ്, ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥവ്യാപ്തികളും തിരിച്ചറിഞ്ഞ ഒരു സമീപനത്തിന്റെ വക്താക്കൾ അവരുടെ കുഞ്ഞിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത്, അവരുടെ ബന്ധുക്കളുടെ അടുത്ത്, അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുക. ഒരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ നമ്മൾ വ്യക്തിയായി തിരിച്ചറിയുകയാണ്. ആ കുഞ്ഞ് ഭാവിയിലേക്ക് ഒരു പൗരനായി വളർന്നു വരുമ്പോൾ തുടക്കം മുതൽ ആ കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കുന്നു, ഈ സമൂഹം അംഗീകരിക്കുന്നു, സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു. കുട്ടികളെ ചിന്താമേഖലയിലും അല്ലെങ്കിൽ അവരുടെ ബൗദ്ധിക വികാസത്തിന്റെ മേഖലയിലും അടിച്ചമർത്തുകയും അവരെ സമ്പൂർണ്ണമായി നിയന്ത്രണത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ സ്വാതന്ത്ര്യത്തിന്റെ ഉച്ഛ്വാസമായ ആവശ്യത്തിന് അനുഭവിച്ച് അവരുടെ ജീവിതം സ്വയം കെട്ടിപ്പടുക്കാൻ അവരെ കരുത്തരാക്കി അവർ വളർന്ന് ഒരു വിശ്വ പൗരന്മാരായി വളർന്നു വരിക എന്ന് പറയുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് മതേതര കുടുംബങ്ങൾ പൊതുവെ ചെയ്യുന്നത്. ആ നിലയിൽ സതീഷും സിനിയും വളരെ മാതൃകാപരമായ, ഒരുപക്ഷെ നമ്മുടെ മറ്റു നിരവധി കുടുംബങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പുതിയ പരിപാടിക്ക് തുടക്കം കൊടുത്തിരിക്കുകയാണ്. വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പരിപാടിയാണിത്. ഇവിടെ ഈ കുഞ്ഞിന് പരസ്യമായ ഒരു പേര് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഒരു പേരിനോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ പേര് ഞാൻ എല്ലാവർക്കും വേണ്ടി ആ പേര് ഈ കുഞ്ഞിനെ വിളിച്ച് ആ പേര് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അഭിനവ്. അഭിനവിനെ ഒരു പുതിയ ലോകത്തിന്റെ പൗരനായി നമ്മളെല്ലാവരും കയ്യിലേറ്റുകയാണ്. ഈ അഭിനവിനെ നമ്മുടെ ഓരോ ശക്തരായ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പോലെ അഭിനവ് നാളെയുടെ വാഗ്ദാനമായി, ഭാവിയുടെ പൗരനായി, മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സ്വതന്ത്ര ബോധത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായി വളർന്നു വരട്ടെ എന്ന് എല്ലാവർക്കും ഇവിടെ ഞാൻ ആശംസിക്കുന്നു. ഈ കുഞ്ഞ് ഭാവിയുടെ വാഗ്ദാനമാകും.